ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു സക്കായിയെ വിളിക്കുകയാണ്. സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, സക്കായിയെ കരുണാമയനായ കർത്താവായ യേശുക്രിസ്തു വിളിക്കുകയാണ്. സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാവുന്നു. സക്കായി ആ വിളി ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം സക്കായി യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയില്ല. യേശു എപ്രകാരമാണെന്നോ, യേശു കേവലം ഒരു മനുഷ്യനായി മാത്രം കണ്ടുകൊണ്ട് സക്കായി പറഞ്ഞു കേട്ട അറിവിനാൽ മരത്തിൻ്റെ മുകളിലിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സക്കായിയുടെ അടുത്തിലേക്ക് കർത്താവായ യേശുക്രിസ്തു കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകർ കേവലം പറഞ്ഞു കേട്ട അറിവിനാൽ യേശുവിനെ മനസ്സിലാക്കുന്നു. യേശുവിനെ തിരിച്ചറിയാൻ കഴിയാതെ യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ യേശുവിനെ കാണുന്നില്ല. എപ്രകാരമാണ് എന്ന് യേശുവിനെ മനസ്സിലാക്കുന്നില്ല. യേശുക്രിസ്തു അടുക്കിലേക്ക് വരുന്നു. സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സക്കായി ഏറ്റവും സന്തോഷത്തോടു കൂടി മരത്തിൻ്റെ മുകളിൽ ഇറങ്ങി വന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, ചുറ്റുമുള്ളവർ കണ്ട് അസൂയപ്പെട്ടിരിക്കണം. അല്ലെങ്കിൽ യേശുവിനെ, ഇവനാണോ, ഇവനെത്ര പാപിയാണ്, പാപിയായ ഇവൻ്റെ വീട്ടിലാണോ യേശുക്രിസ്തുവിനെ പോലെ ഒരാൾ താമസിക്കേണ്ടത്? യേശുവിനെ അവരും ചിലപ്പോൾ മനസ്സിലാക്കി കാണണമെന്നില്ലായിരിക്കണം. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശുക്രിസ്തു സക്കായിയെ വീട്ടിലേക്ക്, ഭവനത്തിലേക്ക് പോവുകയാണ്. യേശുവിനെ കണ്ടറിഞ്ഞു, യേശുവിനെ അടുത്തറിഞ്ഞു. യേശുവിനെ അടുത്തറിഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, സക്കായിയുടെ ജീവിതത്തിൽ രൂപാന്തരം വരികയാണ്. സക്കായിയുടെ സ്വഭാവം മാറുകയാണ്. ഞാൻ ഇവർക്ക് 4 ഇരട്ടി പകരം കൊടുക്കുമെന്ന് പറയാൻ തക്കവണ്ണം സക്കായിയുടെ ജീവിതം രൂപാന്തരപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, സക്കായിയെ ജീവിതത്തിൽ രൂപാന്തരപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു, ആത്മാവായി ഇന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദാമും ഹവ്വയും പാപം ചെയ്ത് ഏദൻ തോട്ടത്തിലിരിക്കുമ്പോൾ യേശുക്രിസ്തു, ദൈവം വിളിച്ചു, ആദാമേ, നീ എവിടെയാണ്? പാപം ചെയ്തിരുന്നപ്പോഴും ആദരവനായ ദൈവം മനുഷ്യനെ വിളിക്കുന്നു, നീ എവിടെയാണ്? പ്രിയപ്പെട്ടവരെ, സക്കായിയെ വിളിച്ച കർത്താവായ യേശുക്രിസ്തു എന്നെയും നിങ്ങളെയും വിളിക്കുന്നു. പലപ്പോഴും വിളി തിരിച്ചറിയുന്നില്ല, വിളി എപ്രകാരമാണെന്ന് മനസ്സിലാക്കുന്നില്ല, യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുന്നില്ല, യേശുവിനെ അറിയുന്നില്ല. എന്നാൽ യേശുവിനെ അടുത്തറിയുമ്പോൾ, യേശുവിനെ വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ സ്പർശിക്കുമ്പോൾ, യേശുവിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്വഭാവം രൂപാന്തരപ്പെടും. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് രാജാവായി യേശുക്രിസ്തുവിനെ തന്നെ ക്ഷണിച്ചു പോകും. യേശുക്രിസ്തുവിനെ കർത്താവായി ക്ഷണിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, എത്ര സ്നേഹനിധിയായ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെണീറ്റ് ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദത്തം ചെയ്തു. ആ പരിശുദ്ധാത്മാവ് ഇന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്നു. ഇന്ന് ആരെങ്കിലും പരിശുദ്ധാത്മാവിന് വേണ്ടി വാഞ്ചിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരും, നിങ്ങളിൽ നിറയും, നിങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയും. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി തിരക്തം ചൊരിഞ്ഞിരിക്കുന്നു. ആ തിരക്തത്താൽ വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും വീണ്ടെടുപ്പിൻ്റെ അനുഭവവും നിത്യജീവൻ്റെ ഓഹരിക്കാരും സ്വഭാവത്തിൽ രൂപാന്തരം പെടുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ്
നമുക്ക് ഭാഗ്യം തരുന്നു. ഈ ഭൂമിയിൽ സ്വർഗീയ ജീവിതം അനുഭവിപ്പാൻ തക്കവണ്ണം, സമാധാന ജീവിതം അനുഭവിപ്പാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് നമ്മെ യോഗ്യരാക്കുന്നു. കഷ്ടപ്പാടിൻ്റെ മധ്യയും പ്രതിസന്ധിയുടെ മധ്യേ, തെറ്റിദ്ധാരണയുടെ മധ്യേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമാധാനവും സന്തോഷവും അതിലുപരി നിത്യജീവൻ്റെ വാഗ്ദത്തം തന്ന് നമ്മെ ദിനവും വഴി നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എനിക്കും ദൈവം ഒരു വാഗ്ദത്തമാണ് ഇത്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തു നമുക്ക് സമാധാനവും സന്തോഷവും തന്ന് ദിനവും വഴി നടത്തും. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ.